ഓ അന്വേഷിച്ച് നടന്നത് കിട്ടി. ഇതാണ് സസ്യാഹാരികളുടെ മാംസം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇറച്ചി കഴിക്കാൻ പറ്റാത്തവർക്ക്, ഇതിന് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണിത്. സോയാബീൻസ് കൊണ്ടുണ്ടാക്കുന്ന സോയ ചങ്ക്സ്. ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉള്ള ഒരു ആഹാരം. അപ്പോൾ ഇറച്ചി കഴിക്കാൻ പറ്റുന്നുള്ള ടെൻഷൻ വേണ്ട, ഇത് കഴിക്കാം. കുറേ കാലമായിട്ട് ആലോചിക്കുക വെജിറ്റേറിയൻ ആയാലും, പക്ഷെ നമ്മുടെ ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ വിട്ടിട്ട് എങ്ങനെയാ പോവാന്ന് ആലോചിക്കുമ്പോൾ, ഇന്നലെ ഞാൻ ഒരു പാർട്ടിക്ക് പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഡിഷ് കണ്ട ഇറച്ചി പോലെ ഇരിക്കും, പക്ഷെ സംഭവം അതല്ല. സോയ കൊണ്ടുള്ള എന്തോ ഒരു ഐറ്റം, സോയാബീൻ. ഇറച്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റൊക്കെ ഉള്ളൊരു സാധനം. ഇന്ന് നമുക്ക് പച്ചമുളകിൽ സോയാബീൻ കൊണ്ടുള്ള ഐറ്റം ആയാലോ? ഇന്ന് നമുക്ക് പച്ചമുളകിൽ സോയാബീൻ കൊണ്ടൊരു ഐറ്റം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എത്തിയിട്ടുള്ളത് തസ്നീത്തയാണ്. നമുക്ക് തസ്നീത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. തസ്നീത്ത, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലത്. അപ്പോൾ നമ്മൾ സോയാബീൻ കൊണ്ടുള്ള എന്താ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? സോയ വെച്ചിട്ട് റൈസ് തയ്യാറാക്കാം. സോയ കൊണ്ടുള്ള റൈസ്. അത് ഈ സോയക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നിന്നെ പോലെയുള്ള സോയയല്ല. ഞാൻ രാവിലെ സോയ വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു മാർക്കറ്റിൽ. അപ്പം എന്താ പറയുക, എൻ്റെ സൈസിനുള്ള ഇത്രയും വലിയുള്ള സോയാബീൻ എടുത്ത്. അപ്പോൾ ചേച്ചി ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് സോയയുടെ ബേബി, ചെറിയ ബേബി സോയ അല്ലേ, ഇത്രയേ ഉള്ളൂ, കുഞ്ഞു സോയ. അതെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ വേണ്ടത്? ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് ബിരിയാണി റൈസ്. ബിരിയാണി റൈസ്. അത് വേവിക്കാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക. പട്ട, ഗ്രാമ്പു, ഏലക്ക രണ്ടെണ്ണം വീതം അല്ലേ? ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്. ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്. ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബ് എന്ന് പറയും അത്. തക്കാളി അരിഞ്ഞത്. വലിയ ഉള്ളി, സവാള, സീനിയർ ഉള്ളി. മല്ലിയില. പുതിനയില. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മഞ്ഞൾപ്പൊടി. മുളക് പൊടി. ഉപ്പ്. ഗരം മസാലപ്പൊടി. തൈര്. പച്ചമുളക്. നെയ്യ്. വെളിച്ചെണ്ണ. വിനീഗർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് പാചകം തുടങ്ങാൻ പോവാണ്. അപ്പോൾ ചേച്ചി തുടങ്ങിയാലോ? അതെ, തുടങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് റൈസ് വേവിക്കണം. റൈസ് വേവിക്കണം. ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റൈസാണ് ഇത്. ബിരിയാണി റൈസാണ് അല്ലേ? ബിരിയാണി റൈസാണ്. ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ അതിനുള്ള പരിപാടികൾ. കുക്കർ എടുത്ത് വെക്കുക. കുക്കർ വെച്ചു. ഇനി എന്താണ് ചേച്ചി? ഇനി ഒരു സ്പൂൺ വേണം. ഓക്കെ. സ്പൂൺ റെഡി. വെളിച്ചെണ്ണ. ഓക്കെ, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഒഴിച്ച് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇതല്ലേ 2 പട്ട. പട്ട വലുതാണെങ്കിൽ ഒന്ന് ചെറുതായി മുറിച്ചിട്ട് 2 പീസ്. 2 ഏലക്ക. 2 ഗ്രാമ്പു. ഇത്രയൊക്കെ. ഇനി എന്താണ്? ഇത് നന്നായി ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് വെള്ളം ഒഴിക്കണം. പട്ട കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് വെള്ളം അളന്ന് വെക്കാം. ആ ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ നിന്ന് 2 ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അല്ലേ? രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ വിനീഗർ. ചെറിയ വിനീഗർ ഒഴിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്താ? ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചോറ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പുതിയൊരു അറിവാണ്, ഒരു കാര്യം പഠിച്ചു. അപ്പോൾ ഇനി അടുത്തെന്താണ്? അടുത്തത് ഉപ്പ്. ഓക്കെ, ഉപ്പ്. ഇത് ആവശ്യത്തിന് ഉപ്പ്. അധികം ആവരുത്, കാരണം മസാലയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉപ്പായി. നന്നായി ഇളക്കി. ഇത് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ച അരിയിനകത്തേക്ക് ഒഴിക്കണം. പിന്നെ തിളക്കുന്ന സമയം ഒരു എത്ര സമയം എടുക്കും? മൂടി വെക്കാം.
രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. പെട്ടെന്ന് നമുക്ക് തിളയ്ക്കും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേബി സോയയാണ്. ബേബി സോയ ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തി നന്നായി പിഴിഞ്ഞെടുക്കണം. വെള്ളം തിളച്ചു. നമുക്ക് അരി ഇടാം. അരി അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ആയിക്കോട്ടെ. ആദ്യം പാനിൽ കത്തിക്കണം. ഓക്കെ, അത് കത്തിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓയിൽ ഒഴിച്ച് കോക്കനട്ട്. ഇത് എന്താണ്? വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വലിയ ഉള്ളി ചേർക്കണം. ചൂടായതിനു ശേഷം നമ്മൾ സവോള അതിലേക്ക് ഇടുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള അതിലേക്ക് ഇടാം. അപ്പോൾ ഇനി എണ്ണ ചൂടാക്കിയ എണ്ണയിലേക്ക് സവാള നമ്മൾ തട്ടയാണ്. ഒരു ഗ്ലാസ് റൈസ് അല്ലേ, അപ്പോൾ ഇത്ര സവാള വേണ്ട. അപ്പോൾ അത് ഒരു വലിയ സവാള. ഒരു വലിയ സവാള പ്ലേറ്റ്, ഒരു ഗ്ലാസ്. ഇതെത്ര? 3 വിസിൽ. 3 വിസിൽ വന്നാൽ റൈസ് റെഡിയാവും. അപ്പം റൈസ് റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആ സമയത്ത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടത്? അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു ക്ലബ്ബാണിത്. ഇത്രയും മതി. ഇത്ര വേണ്ട, കാരണം റൈസിന്റെ ക്വാണ്ടിറ്റി കുറവല്ലേ. ഓക്കെ. ഒരു ഹാഫ് സ്പൂൺ ഇട്ട് ഇതായി. ഇനി അല്ലേ, ഓക്കെ, ഇതും ഒരു ഹാഫ് സ്പൂൺ. അപ്പോൾ രണ്ടും ഒരു ഹാഫ് സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കുക അല്ലേ. അതെ. പിന്നെ മുറിച്ച് വെച്ച പച്ചമുളക് അത് മുറിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. എത്ര എണ്ണം ഉണ്ട്? ഇത് രണ്ടെണ്ണമാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇത് 2 എണ്ണം മുഴുവനായിട്ട് വേണ്ട, ഒരു 1.5 പച്ചമുളക് 1.5 മുറിച്ചത്. ഇത് എരിവിന് വേണ്ടിയിട്ട് തീ കൊടുക്കാം. തക്കാളി ആഡ് ചെയ്യാം. മസാല തയ്യാറായി. മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളി ഉടഞ്ഞ് വന്ന് അടുത്തത് നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ഇത് എന്താ? കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാദാ ചില്ലി പൗഡർ. ഹാഫ് സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തു. കുറച്ച് ചില്ലി പൗഡർ. ഇനി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു കുറച്ചല്ലേ? അതെ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഗരം മസാലപ്പൊടി. ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടി. മല്ലിയില, പുതിനയില അത് ചേർക്കാം. മല്ലിയില, പുതിന. ഒരു പിടി മല്ലിയില. ഇത് പുതിനയില. മല്ലിയിലയുടെ അത്ര വേണ്ട, ഒരു ചെറുതായി മുറിച്ചത് ഒരു 2 സ്പൂൺ. തൈര് ചേർക്കാം. തീ ഒന്ന് കുറക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത്. അടുത്തത് സ്റ്റോക്ക് ക്യൂബ്സ്. ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബ്സ് ആണ്. അത് പൊടിച്ചിടാം. ഇത് 2 എണ്ണം അല്ലേ? 2 എണ്ണം മുഴുവനായിട്ട് വേണ്ട, 1.5 മതി.
ഒരു 1.5 സ്റ്റോക്ക് ക്യൂബ്സ്. ഇനി സോയ ചേർക്കാം. ഇനി നമ്മുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് സോയ. സ്പൂൺ. ഇത് എത്ര സ്പൂൺ? ഇത് ഒരു 1 കപ്പ്. 1 കപ്പ്. 1 കപ്പ് റൈസ് അല്ലേ? 1 കപ്പ് റൈസിന് ഒരു. ഇനി ഇത് മൂടി വെച്ച് മസാല വേവിക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചേച്ചി എന്താണ് ഇനി ദമ്മിടാം. റൈസ് തയ്യാറായോ നമുക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുക്കർ തുറക്കാം. അപ്പോൾ അരി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ, അല്പം വെളിച്ചെണ്ണയിലാണ് ഇത് വേവിച്ചെടുത്തത്. നെയ്യ് ചേർക്കാം. അതിനുശേഷം ഇനി മസാലയായിട്ട് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ മൂടി വെച്ച് വേവിക്കാം. ഈ റൈസിന്റെ പ്രത്യേകത വെച്ചാൽ മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ലെയറായിട്ട് തയ്യാറാക്കുക അല്ല. ഈ മസാല കംപ്ലീറ്റ് ഇത് റൈസിലേക്ക് ഇട്ടു. ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുറഞ്ഞ തീയിലിട്ട് ഇതൊന്ന് മൂടി വെക്കുക. മുകൾ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സെറ്റാക്കിയിട്ട് ഇനി കുക്കറിന്റെ വെയിറ്റ് എടുക്കണം. വെയിറ്റ് എടുത്തിട്ടാണ് 5 മിനിറ്റ്. ഓക്കെ, ഈ മുകളിൽ വേവ് അധികമായി പോകും. അത് വെച്ചിരുന്നാൽ കൂടുതൽ വേവ് കൂടി പോകും. ഇനി കുറഞ്ഞ തീയിൽ 5 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. സർവിംഗ് ഡിഷ്. ബേബി സോയ റൈസ്. ബേബി സോയ റൈസ്. ഇനി ഇതിന് മുകളിൽ അലങ്കാരപ്പണികൾ ഗാർണിഷ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ച ബേബി സോയ, മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തത്. ബീൻസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യിൽ പൊരിച്ചെടുത്ത വലിയ ഉള്ളി, ചെറുതായി മുറിച്ച മല്ലിയില. അപ്പോൾ കണ്ട നമ്മുടെ ഡിഷ് നല്ല തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെച്ചിട്ട് വരാം. ഒന്ന് ആറട്ടെ. ചേച്ചി പച്ചമുളകിൻ്റെ എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളതുകൊണ്ട് ചേച്ചിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ തരുന്നൊരു ഐറ്റം വെച്ചിട്ട് ചേച്ചി ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്തു. എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? സസ്പെൻസ്. ആകെ ടെൻഷനിലായിരുന്നു, കാരണം ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്താണ് ഞാൻ തയ്യാറാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചിക്കൻ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ചേച്ചി? എന്താണ് അതിൻ്റെ ഒരു? അതിന് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഓക്കെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ഉണ്ട്. ഉപ്പ്, തക്കാളി, പച്ചമുളക്, വെളിച്ചെണ്ണ. ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങാണ്. ആദ്യം ചെറുതായി മുറിച്ച ചിക്കൻ ആണല്ലോ അല്ലേ? ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണ്. അത് കുക്കറിലോട്ട് ഇടാം. അല്പം മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ? അര സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചി ചതച്ചത്, ഓക്കെ. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം. ഒഴിച്ചു. മതി. ശകലം വെള്ളം. ഇനി ഇത് വേവിക്കാം.
തീ കൊടുത്തിട്ട് ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. ഓക്കെ. അപ്പോൾ അതിന് പാൻ വേണം. പാൻ. ഇത് ചൂടായതിനു ശേഷം ആദ്യം തക്കാളി ഇടാം. തക്കാളി പാനിലേക്ക് ആദ്യം തക്കാളി. പാൻ ചൂടായതിനു ശേഷം ആദ്യം തക്കാളി ഇടും. ചെറുതായി മുറിച്ച ഒരു 3 തക്കാളി. പെട്ടെന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എത്ര വിസിൽ വന്ന് ശ്രദ്ധിച്ചാ? 1 2 ഇതാ മൂന്നാമത്തെ വിസിൽ. ഇത് എന്തായാലും മൂന്നാമത്തെ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? തീ ഓഫ്. ഓക്കെ. മൂടി വെക്കാൻ പാടില്ല. മൂടി വെച്ചാൽ ജലാംശം പറ്റില്ല. അപ്പോൾ മൂടി വെക്കാൻ പാടില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ജലാംശം ഒട്ടും വറ്റത്തില്ല. ഇനി കൂടുതൽ വറ്റി കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി എണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ അല്ലേ? നമ്മൾ 3 തക്കാളി അല്ലേ? 3 തക്കാളിക്ക് 2 ടീസ്പൂൺ. ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അടി പിടിക്കില്ല? ഇല്ല. അടുത്തതായിട്ട് കാശ്മീരി മുളക് പൊടി. പീരിയ മുളകിന്റെ പൊടി. ഇത് നമുക്ക് കൂടുതൽ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എരിവ് കുറവായിരിക്കും. നല്ല കളർ ഉണ്ടാവും. നല്ല കളർ ഉണ്ടായിരിക്കും. എരിവ് വളരെ താരതമ്യേന കുറവായിരിക്കും. 2 ടീസ്പൂൺ. എരിവ് കുറവല്ല. 2 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഫസ്റ്റ് കാശ്മീരി മുളക് പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട്. അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒരു 1/2 ടീസ്പൂൺ വീതം. ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ മതി. അതിൽ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ. 1/4 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി രണ്ടും കൂടെ ഇനി മിക്സ് ചെയ്ത്. പച്ചമുളക് തീ ഒന്ന് കുറക്കാം. പച്ചമുളക് ഇനി അരിയണോ? അല്ല, ഇത് കീറിയിട്ടുണ്ട്. കീറിയ മുളക് ഒരു 2 എണ്ണം. വലുത് 2 എണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വലുത് 2 കീറിയ മുളക് ഇട്ട് എല്ലാം കൂടെ. ഉപ്പ് ചേർത്തോ? ചേർത്തില്ല. ഉപ്പ് ചേർത്തിട്ടില്ല. ശരി, ഞാനെല്ലാം മറന്നു പോകും. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അല്ലെങ്കിൽ ഉപ്പ് കൂടിയിട്ട് ആകെ ബേജാറാവും. ഇനി ഇത് കുറഞ്ഞ തീയിലിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി അടുത്തത് ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കാം. ഇത് തുറക്കാറായി അല്ലേ? ചിക്കൻ തുറക്കാറായി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് വാട്ടർ. ചിക്കൻ വേവിച്ച വെള്ളം. ചിക്കൻ വേവിച്ച വെള്ളത്തിനാണ് ഈ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ. ഇതിലോട്ട് ചേർത്തിട്ട് ഈ ഗ്രേവിയിൽ അത് എന്താ പറയുക, തിക്കായിട്ട് വറ്റി വരണം. അത് തിക്കായിട്ട് വറ്റി വരുന്ന സമയത്ത് ആ ചിക്കൻ ചേർത്ത് നല്ല ഡ്രൈ ആക്കി ഇളക്കണം. ഓക്കെ. കറിവേപ്പില ഒന്ന് എടുക്കൂ. കറിവേപ്പില ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വേണം. കറിവേപ്പില ഇട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് സ്റ്റോക്ക് വാട്ടർ മസാലയും എല്ലാം കൂടി ചിക്കനിൽ അതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. ഈ സ്റ്റോക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ പേടിക്കണ്ട. ചിക്കൻ വേവിച്ച വെള്ളം, അതാണ് ഈ സ്റ്റോക്ക് വാട്ടർ എന്ന് പറയുന്നത്. നീ മനസ്സിലായില്ല? സ്റ്റോക്ക് വാട്ടർ തയ്യാറായിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഇത് റെഡിയായി. പേരറിയാത്ത സസ്പെൻസ് ഉള്ള ഡിഷ് റെഡിയായി കഴിഞ്ഞു.
വളരെ തീ പെട്ടെന്ന് ഓഫ് ചെയ്യാം. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ തീ പറ്റും. ഓഫ് ചെയ്യാം. ഓക്കെ, തീ ഇനി ഓഫ് ആയി. അല്പം വെളിച്ചെണ്ണ. ഇനി ഒരു കുറച്ചുകൂടെ വിളിച്ചു വേണം. നാടൻ രീതിയിലുള്ളൊരു ഡിഷാണിത്. തനി നാടൻ. തനി നാടൻ രീതിയിലുള്ള ഒരു അല്പം ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇത് ടേസ്റ്റിന് വേണ്ടിയാണ് കൂടുതൽ. ഇനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ സെർവിങ് ബൗളിലേക്ക്. അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ഡിഷ്, ചിക്കൻ കൊണ്ടുള്ള ആ അജ്ഞാത ഡിഷ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആ, ഇതിൻ്റെ ക്രഷ്ഡ് ചില്ലി ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് പൊരിച്ച നെയ്യിൽ ആ. പൊരിച്ചെടുത്തിട്ട് അരക്കല്ലിൽ അമ്മിയിൽ ഇടിച്ചെടുത്തതാണ്. ഓ, അങ്ങനെ crushed chilli. അങ്ങനത്തെ ക്രഷ് ചില്ലിയാണ്. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്? ഇത് ഒരല്പം ഇതിന് മുകളിൽ. ഇനി കുറച്ച് വേപ്പില, ഇതിനകത്തുണ്ടല്ലേ വേപ്പില. 2 തണ്ട് വേപ്പില ഇതിന് മുകളിൽ. അപ്പം നമ്മുടെ ക്രഷ്ഡ് റെഡ് ചില്ലി ചിക്കൻ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ക്രഷ്ഡ് റെഡ് ചില്ലി ചിക്കൻ. കൊള്ളാം. ക്രഷ്ഡ് റെഡ് ചില്ലി ചിക്കൻ, ഇതാണ് അതിൻ്റെ പേര്. പെട്ടെന്നുണ്ടാക്കുന്ന ചിക്കൻ ഗ്രേവി. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ റൈസിന്റെ കൂടെ നല്ല കോമ്പിനേഷനുള്ള സൈഡ് ഡിഷാണ്. ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഉപയോഗിക്കാൻ വരൂ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമുളകിൽ പാചകം ചെയ്ത് പഠിച്ചത് എന്താണ്? സോയാബീൻ റൈസും പിന്നെ ക്രഷ്ഡ് റെഡ് ചില്ലി ചിക്കൻ ഗ്രേവി. ഇത് രണ്ടുമാണ് ഇന്നിവിടെ നമ്മൾ ചെയ്തത്. ഈ സോയാബീൻ റൈസ് രാവിലെ എന്താ പറയുക, കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്വാദിഷ്ടവും എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പ്രോട്ടീൻ ഒരുപാടുള്ളതുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യും. അപ്പം വളരെ എളുപ്പം ആണ് സംഭവം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇതാരെങ്കിലും കഴിച്ചിട്ട് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കാരണം വളരെ നന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് ഒരു പൊക്കി പറയലല്ലോ. പ്രവീൺ പറയാ അഭിപ്രായം എന്താണ് സോയാബീൻ റൈസിന്റെ ഒരു നോക്കാം. ഇതിന് വേറെന്താ സൈഡ് ഡിഷായിട്ട്? നല്ല നാടൻ മല്ലിയില ചമ്മന്തി. അതായത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ഒരു തരം ആഫ്രിക്കൻ മല്ലിച്ചപ്പുണ്ട്. അതും തേങ്ങയും പച്ചമുളകും. അപ്പോൾ ശുദ്ധ വെജിറ്റേറിയൻസിന് അതും കൂടെ ചേർത്തിട്ട് മല്ലിയില ചമ്മന്തി, അല്പം വിനീഗറും പേസ്റ്റ് ആക്കി അരച്ചെടുത്ത ചമ്മന്തി. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതൊന്നുമില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതും കൂടി തയ്യാറാക്കി കൊടുക്കണം, കുട്ടികൾക്കോ വലിയവർക്കോ. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ശരിക്കും നല്ല ബിരിയാണിയുടെ ടേസ്റ്റോ അല്ലേ? കൊള്ളാം. ചിക്കൻ ബിരിയാണി കഴിച്ചോളുണ്ട്. അടുത്തത് ഇത് എന്താ ക്രഷ്ഡ് റെഡ് ചില്ലി ചിക്കൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതിന് പേരിട്ടത്. ഓക്കെ, കാരണം എന്താണെന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ. വളരെ പെട്ടെന്ന് ഇവിടെ ഉള്ള നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ടേസ്റ്റ് നോക്കട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാം. സ്പൈസിയാ, നല്ല എരിവുള്ള സാധനം അത്. കൊള്ളാം. എന്നാലും ഇന്നത്തെ നമ്മുടെ പരീക്ഷണശാലയിൽ ഉണ്ടാക്കിയ 2 ഐറ്റംസും സൂപ്പറായിട്ടുണ്ടായിരുന്നു. തസ്നീത, ഒരു വലിയ താങ്ക്സ് ഇത് രണ്ടും പഠിപ്പിച്ചു തന്നതിന്. അടുത്ത ആഴ്ച വീണ്ടും 2 പുതിയ ഡിഷസുമായി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം പച്ചമുളക്.